ഇന്റർവ്യൂ ഹാളിൽ കയറുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ആരെങ്കിലും ഒരു ഗ്രേ ഡ്രസ്സിൽ കാണാൻ സാധിക്കണേ. ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് ഉള്ളത് തുറന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു സാർ ഗ്രേ ഷർട്ട് ഇട്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഞാൻ കയറി, സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ചോക്കൺ ഡസ്റ്റർ എടുത്തിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് തന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ മാത്രം അറിയാം. അവർ പറഞ്ഞ രീതിയിൽ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എൻ്റെ അടുത്ത് കുറേ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ ബോഡിനകത്ത് ചോക്കും പിടിച്ച് സ്റ്റക്കായി നിൽക്കുക. ഞാൻ ആ സമയത്ത് കാശുരൂപം പിടിച്ച് ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് ഇവിടുന്ന് നാണം കെട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അതായത് എന്നെ കളിയാക്കിയിട്ട് ഇവനെ ഇവിടുന്ന് വിടരുത്. എന്തെങ്കിലും പറഞ്ഞാൽ മതി, സെലക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് വിടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ പോലും അറിയാണ്ട് എന്നെ കൈ ചലിക്കാൻ തുടങ്ങും. അതായത് ഞാൻ എന്തൊക്കെ ഇവർ ചോദിക്കുന്നത് ഞാൻ പടപടാ മറുപടി പറയുന്നു, എൻ്റെ കൈ ഇങ്ങനെ പോകുന്നു, ഞാൻ എന്തൊക്കെയോ വരയ്ക്കുന്നു. എല്ലാവരുടെയും ഇന്റർവ്യൂ ഒരു 40 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്ന സംശയമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തി. വീണ്ടും പനി. ആ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് മാത്രം എനിക്ക് പനിയോ ജലദോഷം ഉണ്ടായില്ല. കയറുന്നതിന് മുന്നും കയറിയതിന് ശേഷം എനിക്ക് വന്നു ഈ പറയുന്ന പനി ജലദോഷമൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും റെസ്റ്റിലായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരാണ്. IIT ബോംബെയിൽ ഈ ഗ്രേ ഷർട്ട് സാറായിരുന്നത് എന്നെ വിളിച്ചിട്ട് പറയാണ് സാറിൻ്റെ ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്യാമെന്ന് പറയാണ്. അതെനിക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ സാർ എന്നോട് ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ സാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാണ് ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ബോഡിയിലോട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെയുള്ള സാറുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. അപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു തന്നെ. അങ്ങനെ ഞാൻ കരയാനായിട്ട് തുടങ്ങി. കാരണം ഞാൻ കരയാൻ തുടങ്ങിയതിൻ്റെ കാരണം IIT ബോംബെ എന്ന് പറയുന്നത് ഞാൻ എന്നോ മറന്നുപോയൊരു സ്വപ്നമാണ്. എൻ്റെ MSc കെമിസ്ട്രി ഞാൻ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാൻ ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞാനത് മറന്നുപോയൊരു സ്വപ്നം, ഞാൻ പിന്നീട് ചോദിക്കാത്തൊരു സ്വപ്നം. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി അത് ഓർത്ത് വെച്ച് എന്നെ അവിടേക്ക് എത്തിച്ചു. അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈശോയോട് മതിയാവില്ല. ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. അതായത് ആ സമയത്ത് എന്നെ കൊണ്ട് കൈ ചലിപ്പിച്ചതും എൻ്റെ നാവ് ചലിപ്പിച്ചതും പരിശുദ്ധാത്മാവായിരുന്നു എന്ന് എനിക്ക് ഉറച്ച ബോധ്യം അവിടെ ഉണ്ടായി. ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞത് എൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾക്കല്ല. ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരുപാട് നിമിഷങ്ങളായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മാറ്റം വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യൂവ് പാലിക്കാന്ന് പറയുന്നത് എനിക്ക്